ഭഗവാനെ, ഇത് വിളിച്ചാ കിട്ടത്തുമില്ല. ഹലോ അപ്പച്ചി, നല്ല വേലയായിപ്പോയി അപ്പച്ചി. സ്വന്തം സഹോദരൻ മരിച്ചിട്ട് വരരുത്, അതും പുലിയടിച്ചിട്ടാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത്, അറിയാല്? എന്നിട്ട് നിങ്ങൾ വന്നില്ല, എന്തോ നാണക്കേടാ. കടിച്ചത് പൂച്ചാൻ പറ്റിയൊന്നും അല്ല, പുലിയാണ് കടിച്ചത്. അതുകൊണ്ട് നാണക്കേടേണ്ട കാര്യമൊന്നുമില്ല. ആരളിയനാ? എൻ്റെ അപ്പച്ചി ഒന്നും പറയണ്ട, പെങ്ങളെ കെട്ടിയെന്നുള്ളതല്ലാതെ ഒരു ഉത്തരവാദിത്വം അവനില്ല. എവിടെ വെള്ളം അടിച്ചോണ്ട് കിടപ്പുണ്ട്. എല്ലാ കാര്യം ഞാൻ മാത്രം ഓടി നടന്ന് ചെയ്യണം. കുഴപ്പമില്ല അപ്പച്ചി, നാളെ രാവിലെ സഞ്ചാരമാണ്. അപ്പച്ചിക്ക് രാവിലെ അങ്ങ് വന്നാൽ മതി. അയ്യോ, രണ്ടു പ്രാവശ്യം സിക്കടിച്ചിട്ട് ചെവി കിട്ടുന്നില്ല. ചെവിയിൽ ട്രെയിൻ ഓടിച്ച് കയറ്റിയേ പറ്റുള്ളൂ തോന്നുന്നു. എന്തോ അളിയ പ്രാന്തുണ്ടാ? ഒരു മരണ വീട്ടിൽ കിടന്ന് എന്തോ ഓപ്പറേഷൻ കിടന്ന് കാണിക്കുന്നത്? ഞാൻ രണ്ടു പ്രാവശ്യം സിക്കടിച്ചിട്ട് നീ കേട്ടില്ലല്ലോ. അളിയനെ ത്രിവിക്രമാന്ന് വിളിച്ചാൽ ഞാൻ വിളിയാക്കത്തില്ലേ? അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസം. നീ അത് വിളിച്ചിട്ട് ഞാനും കൂടെ പടഞ്ഞു. ബാക്കിയുള്ളവരെ മുഖത്ത് ഈ തുപ്പലെറിപ്പിക്കാൻ വേണ്ടി ഓരോ പേര് ഇട്ട് വെച്ചു. ത്രിവിക്രമൻ. അളിയെ കൂടുതൽ സംസാരിക്കുന്ന വേണ്ടല്ലേ, ഉത്തരവാദിത്തം വേണം. എന്താ ഉത്തരവാദിത്തം? എന്റെ അച്ഛനെ പുലി പിടിച്ചാണ് മരിച്ചത്, അറിയാലേ? ഇതിന് ആശുപത്രിയിൽ ഒരു നിമിഷം അളിയൻ വന്നായിരുന്നു അളിയാ. പിന്നെ ആശുപത്രി ഞാനല്ലേ അച്ഛനോടൊപ്പം എത്ര പ്രാവശ്യം ഞാൻ ആ ബെഡിലുണ്ടായിരുന്നു. അത് വെറുതെ വന്നിരുന്നതൊന്നും അല്ലല്ലേ. പിന്നെ അച്ഛന്റെ ശരീരത്തിൽ പുലി കടിച്ചതിന്റെ പല്ല് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെ കഴുത്തി കെട്ടിയിടാൻ വേണ്ടിയിട്ട്, പേടി മാറാൻ വേണ്ടിയിട്ട്, കള്ളച്ചാരായം കുടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അച്ഛനെ കണ്ടുകൂടാ. കാരണം ശ്രീധന പൈസ തന്നില്ല എന്ന് പറഞ്ഞ പരാതിയാണല്ലോ എപ്പോഴും. ശ്രീധരൻ തന്നില്ലെന്ന് ആര് പറഞ്ഞതാ? കണ്ടായിരുന്നാ? 4 സെന്റ് പുറമ്പോക്കി കിടന്നോണ്ട് നിന്റെ അച്ഛൻ വലിയ ഭായി പറഞ്ഞല്ലോ 40 ഏക്കർ എനിക്ക് സ്ത്രീധനായിട്ട് തരാന്ന്. അങ്ങനെ പറയാൻ കാണിക്കാൻ അയാളുടെ മനസ്സില്ലേ? അത് മതിയുടെ എനിക്ക് സ്ത്രീധനായിട്ട്. നിന്റെ അച്ഛനെ പുലി കടിച്ചു വന്നില്ലെങ്കിൽ ഞാൻ കടിച്ചു വന്നാനാ. അത് മാത്രമല്ല പറയരുത്. ഒരു മകന്റെ മുഖത്ത് നോക്കി പുലി കടിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞായിരുന്നു. എന്താ? എന്റെ അച്ഛനെ പുലി കടിച്ച് വലിച്ചോണ്ടാണ് പോയെന്ന്. വലിച്ചടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോകാനുള്ള ഐഡിയ ഒന്നും മനസ്സിലായില്ലേ? അതല്ല, അങ്ങനെ ഒരു ഐഡിയ ഉള്ളതാണെങ്കിൽ മാത്രമല്ല, പുള്ളിയുടെ റൂട്ട് അതല്ല. അച്ഛനെ വെറുതെ ഒന്ന് കാട്ടി കയറിയെന്നല്ല, അച്ഛനൊരു വൈദ്യനല്ലേ, പച്ചില പറിക്കാൻ വേണ്ടി ഒന്ന് കാട്ടിലോട്ട് കയറിയതാണ്. നീ ഈ നുണേ നാളെ സഞ്ചാരത്തിന് വരുന്ന ആൾക്കാരടുത്ത് പറഞ്ഞാൽ മതി. പച്ചില പറിക്കാൻ കയറിയത്. പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു ബാത്റൂം ഇവിടെ പണിഞ്ഞു തന്നില്ലേടാ? അവിടെയൊന്നും നിന്റെ അച്ഛൻ പോകൂല. നിന്റെ അച്ഛന് പുലി നടക്കുന്ന വഴിയിലേ പോയാലേ കാര്യം നടക്കൂ. നീ നടക്കുന്ന വഴിയില് ഇതുപോലെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ കടിക്കൂലേ? കൂടുതൽ അച്ഛനെ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യം എന്തോ നിങ്ങൾക്ക്? അച്ഛൻ മര്യാദയ്ക്ക് തന്നെ ജീവിച്ചത്. നിങ്ങളാണ് 24 മണിക്കൂർ വെള്ളം അടിച്ചോണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് ആരെയും തല്ലുകൊണ്ടിട്ട് വന്നിരിക്കുന്നത്. അത് തല്ലുകൊണ്ടൊന്നുമല്ല. നിന്റെ അച്ഛൻ മരിച്ച സന്തോഷത്തിൽ മാർക്കോ സിനിമ കാണാൻ പോയത്. എന്താ അളിയാ, മാർക്കോ സിനിമയ്ക്കകത്ത് തല്ലേ ഉള്ളൂ, വെളിയിൽ തല്ലൊന്നുമില്ല. എടാ, ഇത് കാണാൻ ചെന്നപ്പോ സിനിമ തുടങ്ങിയടാ, മൊത്തം ഇരുട്ടല്ലേ. ഞാൻ ചെന്ന് ഇങ്ങനെ ഇരുന്നത് ഒരു ചേച്ചിയുടെ മടിയിലായിപ്പോയി. ഒരു ആചാര ബാഹു ഒരു ഭർത്താവ് ഒരു ഒറ്റ അടി അടിച്ചെന്നു വെച്ചാ. അയ്യോ അളിയാ, വെള്ളം അടിച്ച് ബോധമില്ലാത്തോണ്ടാണ്. നമ്മൾ ഇരുട്ട് വാക്കിന് ചെന്ന് കയറുമ്പോ തപ്പി നോക്കിട്ടേ ഇരിക്കാവൂ. അതിന് വേറെ കിട്ടിയല്ലോ എല്ലാം കൂടെ അളിയായിരിക്കുന്ന സിനിമയെ കണ്ട് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നടന്നു. ഇവിടെ വീട്ടിൽ ഞാനും അമ്മയും പെങ്ങളും ജലപാനം കഴിച്ചിട്ടില്ല. ജലപാനം, ആ മുട്ട പപ്സിന്റെ പൊടി ചെറിയും ജലപാനം കഴിക്കൂലെന്നാ പറഞ്ഞുള്ളൂ, മുട്ടപ്പപ്സ് കഴിക്കൂലെന്ന് പറഞ്ഞില്ലായിരുന്നു. ഓരോ തൊട്ടൊക്കെ 3 കല്യാണം കഴിഞ്ഞല്ലേ? ഭാര്യമാരൊന്നും വന്നില്ലേ? 3 ഭാര്യമാരെ എന്റെ അച്ഛന്റെ ബോഡി കാണിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. 3 പേരെ ബന്ധവും ഞാൻ വേർപിരിച്ചു. എന്തിനാണെന്തോ നാട്ടുകാർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കല്യാണം കഴിച്ചു. വേണ്ട പേരിന് ആരുമില്ലെന്ന്. എന്നെ കൂടുതൽ കളിയാക്കിയതും വേണ്ട. നിങ്ങൾ ആ മാമ മരിച്ച ബന്ധോ കാണിച്ചത്? എന്ത് കാണിച്ചു? ചീത കത്തിക്കൊണ്ടിരുന്നപ്പോ 9 മണിയായി. ബിവറേജ് അടയ്ക്കുമെന്ന് വിചാരിച്ച് ഒരു ബക്കറ്റ് വെള്ളം ചിതേ കയറി ഒഴിച്ചങ്ങ് അണച്ച്, എന്നിട്ട് ബിവറേജിൽ പോയി കുപ്പി എടുക്കാൻ പോയിരിക്കുന്നു. അങ്ങനെ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നല്ലോ. എന്നിട്ട് പഴയതുപോലെ തൊണ്ടിട്ട് ചെയ്ത കത്തിക്കുകയും ചെയ്യും. നിങ്ങളിങ്ങനെ കുറ്റം പറയാൻ അളിയൻ ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ പായിരിക്കണം കേട്ട് കുടിച്ചു പിടുത്ത് നടന്നു വിളിയാ. എന്റെ അടുത്ത് മാത്രമേ നിനക്ക് ഈ കുറ്റം പറയാനുള്ളല്ലോ. ഞാൻ കുടിച്ചു പെടുത്ത് കിടക്കണം പറഞ്ഞ് നിന്റെ ഒരു ചേച്ചിയുടെ മോൻ ഉണ്ടല്ലോടാ, 1.5 വയസ്സുള്ള ഒരു ചെറുക്കൻ കുടിക്കാതെ പെടുത്തോണ്ട് കിടക്കണം. നീ ചോദിച്ചാ നിനക്ക് ഞാൻ കുടിച്ച് പെടുത്ത് കിടക്കണ വിഷയം. നമ്മൾ അമ്മായി വന്നിട്ടുണ്ട്, തെക്കപ്പുറത്ത് അമ്മായി. അമ്മായി അളിയൻ അറിയാല്, അമ്മാവി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാവരും എടുക്കുന്നത്. അമ്മാവി പറയുന്നതേ നമ്മൾ കേൾക്കാറുള്ളൂ. എന്നോട് തന്നെ അമ്മായിമ്മ പറഞ്ഞു, പഠിക്കുക, നല്ലതുപോലെ ഒരു ജോലി നേടുക. പറഞ്ഞു, ഞാൻ അനുസരിച്ചു. വീട് വെക്കാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. കുട്ടികളല്ലോ ആയോടാ? അതളിയൻ അറിയാലേ, ആയില്ല. അമ്മായിയമ്മ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഇതുപോലെ ഒരു അമ്മായിയമ്മ കൊതിയെ സംസാരിക്കരുത്. അമ്മായിയമ്മ കൊതിയെ ഞാൻ കിടന്നുറങ്ങാൻ മുകളിയാ. നാളെ രാവിലെ ചടങ്ങാണ്. ഒരെണ്ണം കഴിക്കണേ കഴിച്ചോണ്ടിരിക്കും. നാളെ അച്ഛന്റെ ചടങ്ങാണ്, എനിക്ക് വ്രതമാണ്.
മാംസാദികൾ മദ്യം കഴിക്കാൻ പാടില്ല. അയ്യോ മഞ്ജു, നീ ഉറങ്ങിയാടി? അതിനൊരു വ്രതവും ഇല്ല. അളിയാ, നാളത്തെ ഭക്ഷണം എങ്ങനെയാ? സാധാരണ അന്നനാളം വഴി ആമാശയത്തിലെത്തി അവിടെ നിന്നല്ലേ ഈ ഭക്ഷണത്തിന്റെ ക്രമം മാറുന്നത്. പറയുന്നതല്ല ഭക്ഷണം അങ്ങനെ. എല്ലാ കാര്യവും നീയല്ലേ ഏറ്റെടുക്കുന്നത്? എന്റെ അടുത്ത് പറഞ്ഞു. ആന വരണ്ടേ, ഓടിക്കോളാ. ചാടി കിണറ്റിന് തോന്നിയതായിരിക്കും. ഭവാനേ, സുഖുവേ, മയിലേ, സുഖു. ആരടാ പാതിരാത്രിക്ക് വന്ന് എന്റെ കിണറ്റിനടുത്ത് സുഖമുണ്ടോ എന്ന് ചോദിക്കണത്? നീ ഏതാ? ഞാൻ ബാബുണ്ടാ. അരെ, പുലി കളിക്കാൻ വന്ന ബാബുല്ലേ എന്നാ. ഓ, അമ്പലത്തിൽ ആന വരണ്ട്. ആന വരണ്ടപ്പോഴത്തേക്ക് ഞാനും മയിലും കൂടെ ഞാൻ ഓടി വന്നപ്പോ കിണറ്റി വീണ. മയിൽ കിണറ്റി വന്ന? ഓ ഭഗവാനെ, എന്റെ അച്ഛന്റെ സഞ്ചയനായിട്ട് വീട്ടിൽ ആരൊക്കെയാടാ മൈന വരുന്നത്? നോക്കി നിൽക്കാതെ പിടിച്ച് കയറ്റാൻ നോക്കണത്. സ്വന്തം അച്ഛനെ തിന്ന പുലിയായിട്ട് അച്ഛനെ കൊന്ന പുലി, കൊന്ന പുലി. നിന്റെ അച്ഛനെ കൊന്ന പുലിയോടല്ലടാ കിട്ടിട്ട് തല്ലിക്കൊല്ലാ. അളിയനൊന്നും പ്രാന്തളിയാ. തളി ആരെ തല്ലിന്നറിയോ? പുലി. ഞാൻ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നതാണ്. അപ്പുറത്തേക്ക് ആന ഇറഞ്ഞ്. അപ്പൊ കരടി ഓടി തെങ്ങി കയറി. മാൻ പിക്കപ്പം വിളിച്ചിട്ട് പോടി. ഞാനും മയിലും കൂടെ വന്നപ്പോ മയിൽ ഇതിനകത്തായി പോട്ടെ കെട്ടിനകത്ത്. കരടി ഓടി തെങ്ങിക്കയറി, മാനെടുത്താടി ഓടി, പുലിയാ ഇവിടെ വന്ന് കെട്ടിച്ചാടി. മനസ്സിലാ നിന്റെ അച്ഛനെ കാക്ക കൊത്തിയാടാ ചത്തത്. കാക്ക കൊത്തി കടലിലിട്ടു. പുലിയാണ് എന്റെ അച്ഛനെ കടിച്ചു കൊന്നത്. അന്നൊന്നും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. അന്നാ അവിടെ ആന വരണ്ട്. അപ്പൊ നമ്മൾ ചന്ന പിന്നെ ഓടി. ഓ, കരടി ഓടി തെങ്ങിക്കയറി. മാൻ പിക്കപ്പം വിളിച്ചു പോയി. ഞാനും മയിലും കൂടെ വന്നപ്പോ മയിൽ ഇതിനകത്ത് വീണ്. എനിക്ക് അത് ഇവന്റെ അച്ഛനെ പുലി അടിച്ചാണ് ചടങ്ങായിരുന്നു. അപ്പൊ നീ ഇത് എനിക്ക് പറഞ്ഞാ മനസ്സിലാവൂല. നീ ഇപ്പൊ വന്നതുപോലെ തന്നെ ഒന്ന് കാണിക്കോ ഈ കുടുംബത്തിൽ കയറിയത് എങ്ങനെ വന്നതുപോലെ. ആരാ പാതിരാത്രി വന്ന് എന്റെ കിണറ്റിന് സുഖമുണ്ടോ എന്ന് ചോദിക്കുന്നത്? ഓ, ഇത് എപ്പോ പറഞ്ഞ? അളിയെ കിടന്ന് ഉറങ്ങിയപ്പോ പറഞ്ഞത്. ഞാൻ ഉറങ്ങാതിരുന്നപ്പോ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഏറിപ്പോവേണ്ട സാധനം. വീട്ടിലെ ഒരു കൗണ്ടറാണ്. കിണറിൽ സുഖമുണ്ടോ? സുഖം. എന്നിട്ട് ബാക്കി പറയണം. എന്നിട്ട് എന്തൊരു പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ എന്നാ തെറ്റിച്ചത്? ഞാൻ തെറ്റിച്ചു. നിങ്ങൾ അടിക്കാത്തത് അടി ചോദിച്ചു വാങ്ങുന്ന ഒരുത്തർ ആദ്യമായിട്ട് മനസ്സിലായില്ല സംഭവം എന്താ? അന്നാ ഈ കേട്ടിനകത്ത് എന്റെ മയിൽ വീണ എന്റെ കൂട്ടുകാരൻ സുഖു. മയില? ഓ എടാ, എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കണം. ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കണം. അറിയിക്കേണ്ടവരെ എല്ലാം അറിയിക്കണം. ആരെ വിളിക്കണമെന്ന്? ഫയർഫോഴ്സിനെ വിളിക്കണം. അറിയിക്കേണ്ടവരെ എല്ലാരും അറിയിക്കണം. എന്താ അമ്മായി അച്ഛനെ പുലി അടിച്ചപ്പോ നീ വെപ്രാളൊന്നും ഞാൻ കണ്ടില്ലല്ലേ? എടാ, നാളെ ഒരു പൈൻ്റ് എടുത്തോണ്ട് വന്നാ ഇതിന്ന് വെള്ളം കോരി പൈൻ്റ് ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പീലി തൊണ്ടേ കുടുങ്ങോ. വിളിക്കണ്ടേ നമ്മൾ. അണ്ണ എന്റെ മയിലെവിടെ പോയെന്നാ? ഇതേ പഴയ ഗുഹാക്കിണറാണ്. ഗുഹാക്കിണറാ? അതെ അതെ, ഇത് പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള കിണറാണ്. ഇത് നേരെ കുമാരപുരം പോവും. അതങ്ങനെ നിങ്ങൾക്കറിയാം? അതുവഴി വന്നല്ലേ എവന്റെ പെങ്ങളെ വിളിച്ചോണ്ട് ഞാൻ പോയത്. അപ്പൊ അവൻ പോയി കാണൂലേ? മയില് പോയി കാണൂലേ? പിന്നെ മയിലെപ്പോഴേ വീടെത്തി കാണണം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. നിനക്ക് ഈ മയിലാട്ടം ഒന്നും ഇല്ലാത്തപ്പോ തോന്നുന്ന പരിപാടി? ഞാൻ ഈ മരണത്തിനുള്ള ചടങ്ങിനുള്ള സാധനങ്ങളൊക്കെ ചെയ്യും. കർമ്മങ്ങൾ ചെയ്യും. കർമ്മിയാണ്. നമ്മുടെ നാളത്തെ കർമ്മി ആരാണ്? അത് നമ്മളെ രവിയപ്പച്ചൻ. 9 മണിക്ക് വരാമെന്ന് പറഞ്ഞു. അയ്യോ, 7 മണിക്ക് എനിക്ക് പോകണം, പണിക്ക് പോകണം. എനിക്ക് അളിയൻ 7 മണിക്ക് പണിക്ക് പോയാൽ നാട്ടുകാർ വരുമ്പോ ചോദിക്കൂലേ 7 മണിക്ക് പണിക്ക് പോയാന്ന്? അതിന് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ 7:05 പണിക്ക് പോയെന്ന് നീ പറഞ്ഞു. അളിയ അങ്ങനെയൊന്നും പറ്റത്തില്ല. നാട്ടുകാർ വന്നിട്ടേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കർമ്മി, ഞാന് പുലിക്കർമ്മി. കാര്യങ്ങൾ ഈ പുലി പിടിച്ചാണ് പുള്ളി മരിച്ചത്. അപ്പം നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്ത് പെട്ടെന്ന് ഇത് ഒഴിവാക്കാൻ പറ്റും. അല്ല, അങ്ങനെ പറ്റൂല. ലിസ്റ്റും കാര്യങ്ങളുള്ള സാധനങ്ങളൊക്കെ വേണ്ടിയിരിക്കും. പറ്റൂലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഞാൻ നിന്റെ പെങ്ങളെ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് അങ്ങ് ഞാൻ പഠിക്കും. അയ്യോ, കൊണ്ടുപോ ഞാൻ പറയുന്നത്. അപ്പോഴാ അങ്ങനെയാണെങ്കില
ചാർത്തം പ്രകാരമുള്ള കാര്യങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കർമ്മങ്ങളിലേക്ക് നമുക്ക് കടക്കുകയായിരിക്കാം. ഇങ്ങനെയാണ് പേപ്പർ തുണ്ട് കിട്ടിയപ്പോ മതം മാറി ഒരുത്തിന് ആദ്യമായിട്ട് കാണും. ഇയാള് നോക്കണം. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു മതി. ആടലോടകം 1. ഇത് കിട്ടിയില്ലെങ്കിലോ? ആടാത്ത 2 എണ്ണം തന്നായിരുന്നു ലോടകം. കരിക്ക് 4 എണ്ണം വേണം. പക്ഷെ കരിക്ക് എനിക്കൊരു വാശിയുണ്ട്. ചെങ്കലിന്റെ കരിക്ക് മതി. ചെങ്കലിന്റെ കരിക്ക് മതി. എന്തെങ്കിലും അത് പറയാൻ അവന് യോഗ്യത ഉണ്ട്. കാരണം എന്തെന്നറിയാം, പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് ദേ ആ നിൽക്കുന്ന തെങ്ങിക്കേറി ഒരു കരിക്കടത്തേന് തേങ്ങ കെറിഞ്ഞിട്ടവനാണ് അവൻ. അപ്പൊ ചെന്തെങ്ങ് വേണോന്ന് പിടിവാശി അവന് വേണം. ചുമ്മാ പോലെയാ. കുടം 2 എണ്ണം, കല 1. അച്ഛന്റെ മരണം കഴിഞ്ഞ് താമസം മാറി പോണാടാ. കലവും കുടമൊക്കെ കൊണ്ട് 2 തവിയും കൂടെ മേടിക്കണം. അല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അസ്ഥിയുടെ ഒരു പരിപാടി ഉണ്ട്. എന്താണ് അസ്ഥി? നമുക്ക് അസ്ഥി ഒഴുക്കുന്നതിന് മുമ്പ് ഈ അസ്ഥി ശുദ്ധീകരിക്കണം. ആദ്യമായിട്ട് ഈ അസ്ഥി എടുത്തിട്ട് ഗോമൂത്രം ഒഴിക്കണം. പിന്നെ ശുദ്ധീകരിക്കാനായിട്ട് പാല്, വെണ്ണ, തൈര്, പനിനീര്, കരിക്കുമ്പോൾ ഒഴിച്ച് ഇതിനെ ശുദ്ധീകരിക്കണം. അവിടെ അല്ലേ തെറ്റ് പറ്റിയത്? ആ ഗോമൂത്രം ഒഴിക്കാതിരുന്നാ പിന്നെ ശുദ്ധീകരിക്കണ്ടല്ലോ നമ്മൾ. അത് ചെയ്തേ പറ്റുള്ളൂ. അത് പോട്ടെ. പിന്നെ നമ്മുടെ അച്ഛന് വസ്ത്രം സമർപ്പിക്കണം. അതെങ്ങനെ? അത് 2 നൂലെടുത്ത് വെച്ച് സമർപ്പിക്കാം. അത് കൊടുക്കുന്ന എന്തായാലും നന്നായി. കാരണം 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഒരു നൂൽ ബന്ധമില്ലാതെ കിടന്ന് ഓടുന്നു. അവന് ഒത്തിരി 2 നൂല് കൊടുക്കണം. അത് തെറ്റില്ല. പക്ഷെ 1.5 മണിക്കൂർ ഹോമം നമുക്ക് ചെയ്തേ പറ്റൂ, പൂർത്തിയാവുള്ളൂ. ഞാനേ രാവിലെ പണിക്ക് പോണ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ഈ 1.5 മണിക്കൂർ ഹോമം ഒന്നും വേണ്ട. പിന്നെ അടുക്കള കയറിയിട്ടേ ഇച്ചി കടുവും വറുത്ത് കരിവേപ്പിലയിട്ട് ഒന്ന് താളിച്ചങ്ങ് വിടാൻ പറ്റും. താളിച്ച് വിടാൻ പെങ്ങളെ ഭർത്താവ് അളിയനാണ്. അതെ, വന്ന കാലം തൊട്ട് എനിക്ക് ബഹുമാനമുള്ള. തീർച്ചയായിട്ടും. ഇന്ന് നമ്മളെ കൊച്ചിലേ വന്നതല്ലേ. പറയാൻ കുറെ സാധനങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. പറഞ്ഞോളൂ. എന്താ പുള്ളി പറഞ്ഞേ? അളിയൻ ചെറുതായിട്ടൊന്ന് താളിച്ചതാ. മനസ്സിലായില്ല? മനസ്സിലായില്ല. അയ്യോ, എനിക്ക് എന്റെ വലിയമ്മയെ കാണണേ. വലിയമ്മ കാണുന്ന 85 വയസ്സുണ്ട്. അവർ ഇഷ്ടംപോലെ തെറി പറയും. പക്ഷെ ഇത് ഫ്രഷ്. ഈ മരണത്തിന്റെ ചടങ്ങിന്റെ നമുക്ക് ഈ ചടങ്ങിനൊരു അവസാനം വേണ്ടേ? അതെ അതെ അതെ. അപ്പൊ ഇത് ഇങ്ങനെ അവസാനിപ്പിക്കാം നമുക്ക്. ഇത് നമുക്ക് അവസാനം ഇല്ലല്ലോ. പിന്നെ കാരണം മരണത്തിന്റെ സഞ്ചയനം നാളെയല്ലേ. അത് കഴിഞ്ഞിട്ട് 16 ചടങ്ങ്, പിന്നെ 40 ചടങ്ങ്, പിന്നെ വർഷ അവസാനം ആണ്ട്. അങ്ങനെ മരണത്തിന് ക്ലൈമാക്സ് ഇല്ലാതെ ഇങ്ങനെ പോകും. അതെന്തോ? അല്ല, ഇപ്പം പറഞ്ഞ ക്ലൈമാക്സിന് പഞ്ചില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പൊ അങ്ങനെയല്ലേ ഇടേണ്ടത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.